LDF ഭരണത്തിൽ പോലീസ് സേനയിൽ സമഗ്രമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കേരളം സുരക്ഷിതവും സമാധാനപൂർണ്ണവുമായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി മാറി. പോലീസ് സേനയിൽ ചെറിയൊരു ശതമാനം കുറ്റവാളികളുണ്ടെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടിയാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ക്രമസമാധാന രംഗത്തെ പോലെ കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിർത്താനും കഴിഞ്ഞ 8 വർഷത്തിൽ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞു. 8 വർഷത്തിനിടെ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ കാത്തുസൂക്ഷിച്ചതിൽ പോലീസിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഗാർഹിക പീഡനങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സേനയ്ക്ക് കഴിഞ്ഞു. പുതിയ കാലത്ത് ഉയർന്നുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും പോലീസിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞു. രാജ്യത്തെ ക്രമസമാധാന പാലനത്തിൽ കേരളം ഏറ്റവും മുൻപന്തിയിലാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സുരക്ഷയോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ നേട്ടം. 8 വർഷം മുൻപ് പോലീസിനെക്കുറിച്ച് നാടിനും നാട്ടുകാർക്കുമുണ്ടായിരുന്ന പ്രതികരണമോ ധാരണയോ അല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. ജനകീയ സേന എന്ന നിലയിൽ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും മികച്ചവരാണ്. എന്നാൽ സേനയിൽ ചെറിയൊരു ശതമാനം കുറ്റവാളികളുണ്ട്. 8 വർഷത്തിനുള്ളിൽ 108 ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പുറത്താക്കിയെന്നും മുഖ്യമന്ത്രി. ചിലര്, ഒരു ചെറിയ വിഭാഗം, ഒരു മാറ്റത്തിനും വിധേയരല്ല, മാറാൻ തയ്യാറല്ല എന്ന ശാഠ്യത്തോടെ നിൽക്കുന്നവരുണ്ട്. അവരെ കണ്ടെത്തി പടിപടിയായി സേനയിൽ നിന്നും ഒഴിവാക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 108 ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. നീതി നടപ്പാക്കേണ്ടവർ കുറ്റവാളികളായാൽ അത് സേനയുടെ വിശ്വാസ്യതയാണ് പ്രതികൂലമായി ബാധിക്കുക. ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ച് ഉറപ്പിക്കില്ല. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയ്ക്കാണ് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി മറുപടി നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.